കൗസല്യ സുപ്രജാ രാമപൂർവ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കിടന്നുറങ്ങുന്ന രാവിലെ അല്ല, നേരെ സന്ധ്യയായി. ടാങ്ക് എഴുവന്ന് പറഞ്ഞ് കിടന്ന് ഉറക്കമാണല്ലേ. വൈകിട്ട് 4:40. അതെ ഗൈസ്, ഒരാവേശത്തിന്റെ പുറത്ത് ഞാൻ ഇന്ന് കയറി പറഞ്ഞു വാട്ടർ ടാങ്ക് ഇന്ന് ഞാൻ കഴിവാന്ന്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ വാട്ടർ ടാങ്ക് ക്ലീനിങ്. അങ്ങനെ ടാങ്ക് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടപ്പുണ്ട്, നല്ല അടിപൊളി ടാങ്ക്. അത് കണ്ടപ്പോഴേ ഞാൻ ഒന്ന് ആലോചിച്ചു കഴിവണോ വേണ്ടേന്ന്. പിന്നെ എന്തായാലും പറഞ്ഞു പോയി, കഴിവില്ലെങ്കിൽ വില പോവും, ഉറപ്പാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് രണ്ടും കെട്ട രീതിയിൽ ഇറങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഗൈസ്. അമ്മേനെ വിളിച്ച് ഞാൻ ഇതിനകത്ത് കയറാറുള്ളൂ. നല്ല അടിപൊളി ജ്യൂസ് ആണ്. എവിടെ കിട്ടും ഇതുപോലത്തെ നല്ല ഓറഞ്ച് കളർ ജ്യൂസ്. വീഡിയോ എടുത്തു തരാൻ ഹെൽപ്പിന് വേണ്ടി ചേച്ചിയെ കൂടെ വിളിച്ചായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയാനേ. എന്നാൽ ഇതിനകത്ത് ആര് കരി കൊണ്ട് തേച്ചെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തോ. ഇത് നമ്മള് രണ്ടാമത്തെ ബക്കറ്റ്. നമ്മൾ എത്ര ബക്കറ്റ് ചേർക്കും നമ്മൾ നോക്കാം. രണ്ടാമത്തെ ബക്കറ്റ് പിടിച്ചോ. അങ്ങനെ മൂന്നാമത്തെ ബക്കറ്റ് എടുത്ത് നാലാമത്തെ ബക്കറ്റ് ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബക്കറ്റ് എണ്ണാൻ വയ്യ, ഒന്നിനും വയ്യ. കഴിവിൻ്റെ ആടപ്പിളവി. എത്ര കഴിവിട്ടത് തീരണില്ല. കഴിവി എനിക്ക് വട്ടായി ലാസ്റ്റ്. ഈ ടാങ്ക് വാങ്ങിച്ചപ്പോഴും ഇങ്ങനെയാണെന്നൊരു സംശയം. പോകാനുള്ളതാണ്. ലാസ്റ്റ് പാത്രം തേക്കുന്ന സ്ക്രബ്ബറുണ്ട് ടാങ്കിൽ വരച്ച് ലാസ്റ്റ് എൻ്റെ അടപ്പുളവി, ടാങ്കിൻ്റെ അടപ്പുളവി. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. ആ തീരുമാനിച്ച കാര്യം എന്താണെന്ന് ഞാൻ പറ്റുമെങ്കിൽ ലാസ്റ്റ് അറിയിച്ചേക്കാമേ. എന്തായാലും ഞാൻ വിട്ടുകൊടുത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എഫോർട്ട് എടുത്ത് ടാങ്ക് കഴുകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കഴുകി ഈ പടിയായി. അങ്ങനെ ഞാൻ കഴുകുന്ന കാണാൻ മേളിൽ ചന്ദ്രൻ വരെ വന്നു. 4:30 കഴിഞ്ഞപ്പോൾ വന്നാണ് ടാങ്ക് കഴുകാൻ. ഇപ്പം സമയം 6:15. അവസാനം ഞാൻ ഇതിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങിയാലോ എന്ന് വരെ ആലോചിച്ചതാണ്. എന്നെ ഭയങ്കര ചൂടായിട്ട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 4:30 കഴിഞ്ഞപ്പോൾ തന്നെ 6:30 ആയപ്പം എല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് പതുക്കെ അങ്ങ് ഇറങ്ങി. ഫൈനലി ടാങ്ക് നമ്മൾ ക്ലീനാക്കി. 2.5-3 മണിക്കൂറത്തെ കഷ്ടപ്പാടാണ്. ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്. വന്ന സമയം നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇപ്പം നോക്കിയാണ് എല്ലായിടും നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. അയ്യോ വെള്ളം വന്നിരിക്കുന്നു. വന്നിരിക്കുന്നു. അപ്പോൾ ബൈ ടാങ്ക്. നമുക്ക് ഇനി അടുത്ത 1 വർഷം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ടാറ്റാ, see you. Okay, bye, see you.